നമസ്കാരം. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അമേരിക്കൻ വിപണികളിലെ ഇടിവും ഏഷ്യൻ വിപണികളിലെ അനിശ്ചിതത്വവും ഇന്ത്യൻ വിപണിയുടെ കുതിപ്പിന് കടിഞ്ഞാണിട്ടേക്കാം. ബജറ്റ് പ്രഖ്യാപനത്തിനു മുൻപുള്ള NSOയുടെ GDP വളർച്ചാ പ്രവചനം ഉറ്റുനോക്കി നിക്ഷേപകർ. പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ റിയൽറ്റി ഓഹരികൾ കുതിപ്പ് തുടർന്നേക്കും. ഓഹരി വിപണികളുടെ തിളക്കത്തിൽ രാജ്യത്തെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിലും റെക്കോർഡ്. ഡിസംബർ മാസത്തിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 41,70,800 കവിഞ്ഞു. രേഖപ്പെടുത്തിയത് നവംബറിനെ അപേക്ഷിച്ച് 3.1% വർധനയും പോയ വർഷത്തെ അപേക്ഷിച്ച് 28.66% വർധനയും. രാജ്യത്തെ മൊത്തം ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 13.93 കോടി കവിഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് വളർച്ച കൂടുമെന്ന് റിസർവ് ബാങ്ക്. സാമ്പത്തിക വളർച്ചാ പ്രവചനം 6.5% നിന്ന് 7% പുനർനിർണയിച്ചു. വളർച്ചാ പ്രവചനം ഉയർത്തിയത് ശക്തമായ രണ്ടാം പാദ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഈ വർഷം ഡോളറിനെതിരെ രൂപ കരുത്താർജിക്കുമെന്ന് റോയിട്ടേഴ്സ് പോൾ. റിസർവ് ബാങ്കിന്റെ വിപണി ഇടപെടൽ രൂപയെ തുണയ്ക്കുമെന്ന് വിദഗ്ധർ. ഒക്ടോബർ ഡിസംബർ പാദത്തിൽ ഡോളർ സൂചികയിൽ രേഖപ്പെടുത്തിയത് 6% ഇടിവ്. രൂപയുടെ നഷ്ടം 0.6% മാത്രം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബാങ്ക് ഓഫ് ബറോഡയുമായി കൈകോർത്ത പൊതുമേഖലാ സ്ഥാപനം REC ലിമിറ്റഡ് ഊർജ, അടിസ്ഥാന സൗകര്യ, ഗതാഗത പദ്ധതികൾക്കായി സംയുക്തമായി വായ്പ നൽകും. സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുന്ന ചാമ്പ്യൻ സംരംഭങ്ങൾക്കായി പ്രവർത്തിക്കാൻ പ്രാരംഭ കരാറായി. ഇതിനൊക്കെ പുറമെ വെളുത്തുള്ളിക്ക് റെക്കോർഡ് വിലയെന്നതടക്കമുള്ള മറ്റ് ബിസിനസ് വാർത്തകളുമുണ്ട്. കിലോയ്ക്ക് ചില്ലറ വില 350 രൂപയാണ് ചില്ലറ വില പലയിടത്തും വെളുത്തുള്ളിക്ക്. മലയാളിയുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലൊന്നാണ് വെളുത്തുള്ളി. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറഞ്ഞതാണ് തിരിച്ചടി. ഇനി നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിൽ വിതരണം ചെയ്ത മുദ്രാ വായ്പകൾ 10,000 കോടി കവിഞ്ഞു. ശിശു, കിഷോർ, തരുൺ എന്നീ വിഭാഗങ്ങളിലായാണ് ഈ 10,000 കോടി രൂപ വിതരണം ചെയ്തത്. ശിശു 50,000 രൂപ വരെയുള്ള വായ്പയാണ്. കിഷോർ 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പയാണ്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് തരുൺ വിഭാഗത്തിൽ വായ്പ കൊടുക്കുന്നത്. എന്തായാലും കേരളത്തിൽ മുദ്രാ വായ്പകൾ എടുത്ത് സംരംഭങ്ങൾ തുടങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു എന്നത് നല്ലൊരു കാര്യമാണ്. ഒരു വർഷത്തിലധികമായി ഉപയോഗിക്കാത്ത UPI ഐഡികൾ, അതായത് നമ്മുടെ ഗൂഗിൾ പേ, ആമസോൺ പേ അടക്കമുള്ള UPI ഐഡികൾ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നിർജ്ജീവമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. RBI അത്തരത്തിലൊരു നിർദ്ദേശം ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UPI ഐഡികൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിപണികളിലേക്ക് പോയാൽ ഇന്നത്തെ വിപണികൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചത് ഈ രാജ്യാന്തര വിപണികളിലെ ആ ഒരു സമ്മർദ്ദം അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും എന്നാണ്. പക്ഷേ അമേരിക്കൻ വിപണിയും ഏഷ്യൻ വിപണിയും ഒക്കെ തകർന്നിട്ടും ഇന്ത്യൻ വിപണി ഇന്നും പച്ച കത്തി നിൽക്കുകയാണ്. 81 പോയിന്റ് ഉയർന്ന് 21,739 ഇപ്പോൾ ദേശീയ ഓഹരി വിപണി നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് 21,705 പോയിന്റ് ആയിരുന്നു. ഹൈ വന്നിരിക്കുന്നത് 21,749. എന്തായാലും 21,500 എന്ന് പറയുന്ന മാനസികമായ സൈക്കോളജിക്കൽ പോയിന്റ് കഴിഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ, അതായത് ബാങ്ക് ഓഹരികളുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ അതും വളരെ ലാഭത്തിലാണ്. 117 പോയിന്റ് ഉയർന്ന് ആണിപ്പോൾ വ്യാപാരം നടക്കുന്നത്. 48,312. ഇനി നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളിലേക്ക് വന്നാൽ 21,578 വ്യാപാരം. 61 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം. ഇനി നമ്മൾ ബോംബെ സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോംബെ സൂചികയും ആ മാജിക്കൽ നമ്പർ 72,000 കടന്നുവെന്നുള്ള ഒരു സന്തോഷമുണ്ട്. 250 പോയിന്റ് കൂടി 72,097 എന്ന പോയിന്റിലേക്ക് എത്തി. ഒരു 2-3 മാസത്തിനുള്ളിലാണ് ഒരു 1000 പോയിന്റൊക്കെ സെൻസെക്സിൽ വർധനയുണ്ടായത്. 1000 പോയിന്റ് കൂടിയെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ലക്ഷം കോടികളുടെ വർധനയാണ്. ഈ ലക്ഷം കോടികൾ പോകുന്നത് ഓഹരി ഉടമകളിലേക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അമേരിക്കൻ ഡോളറിന്റെ വിലയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു രൂപ കരുത്താർജിക്കും. വളരെ വർഷമായി രൂപയുടെ മൂല്യം ഇടിയുന്നുവെന്ന വാർത്തകളാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഈ വർഷം രൂപ കരുത്താർജിക്കും. കഴിഞ്ഞ ഡിസംബറിൽ, അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് 0.6% മാത്രമാണ്. പക്ഷേ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞത് 6%. അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ രൂപ കരുത്താർജിക്കുകയാണ്. 83 രൂപ 20 പൈസയാണ് ഇന്ന്
$1 ഇന്ത്യൻ റുപ്പി നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നമ്മളുടെ ഗസ്റ്റിലേക്ക് പോവുകയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ തോമസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് ഒരു കറക്ഷനിലായിരിക്കും ഓഹരി വിപണികൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഏഷ്യൻ വിപണികളിൽ ഒരു തളർച്ചയുണ്ടായിരുന്നു, US വിപണിയിൽ തളർച്ചയുണ്ടായിരുന്നു. പക്ഷേ അത് ബാധിക്കുന്നില്ല. ഇവിടെ ഇന്ത്യൻ വിപണിയിൽ പച്ച കത്തി നിൽക്കുകയാണ്. എന്തായിരിക്കും ഇന്നത്തെ ഒരു ട്രെൻഡ്? ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ആഴ്ചത്തെ അവസാനത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കം തന്നെയായിരുന്നു. ഓരോ ദിവസവും താഴോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കണ്ടു. എന്നാൽ ഇന്നലെ അതിനൊരു ബൗൺസ് ബാക്ക് നടന്നു. അതായത് മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകുന്ന പതിവാണ്. അങ്ങനെ ഇന്നലത്തെ ബൗൺസ് ബാക്ക് നോക്കി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കയറ്റം തന്നെയായിരുന്നു. അവസാനം വരെ കയറി ഏകദേശം 141 പോയിന്റ് നിഫ്റ്റി ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിന്റെ ഒരു അപ്വാർഡ് മൂവ്മെന്റ്, അതായത് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തത് മാർക്കറ്റ്. എന്നാൽ 21,750, 775 ലെവൽ ഇന്നത്തെ ട്രേഡിങ്ങിലെ ഒരു നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും. ഓപ്പണിംഗ് തന്നെ 750 വന്നു. മാക്സിമം 775 വരെയൊക്കെ വരാനുള്ള സാധ്യതകളെ ഇന്ന് കാണാനുള്ളൂ. എന്നാൽ ഇന്ന് താഴോട്ട് പോകുന്ന പക്ഷം 21,550, 575 ലെവല് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതുകൊണ്ട് ഈ റേഞ്ചിനുള്ളിലുള്ള ഒരു റേഞ്ച് മൂവ്മെന്റ് ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് ചെറിയ ഒരു വോളറ്റിലിറ്റിയിൽ റേഞ്ച് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഇന്ന് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും ഇന്ന് വിപണിയിൽ ഒരു കയറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഓഹരി വിപണിയിൽ വ്യാപാരം ചെയ്യേണ്ടത്, ട്രേഡിംഗ് ചെയ്യേണ്ടതെന്ന്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലെയിനർ www.24news.com നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും രാജ്യത്തെ ഓഹരി വിപണികൾ ഉപയോഗിക്കുന്നവരുടെ അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ്. ഇക്കാര്യമൊക്കെ പ്രാധാന്യമുള്ളതാണ്. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഉച്ചയ്ക്ക് 1:30 കാണാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.